പിന്നിന്റെ ചോരൂനാണല്ലോ. അത് രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെടുന്നു വിചാരിച്ചതാണ്. പക്ഷെ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. മണപ്പുറത്ത് ശാക്തേയ ഭഗവതി ക്ഷേത്രം കേട്ടോ ഇത്. നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ എല്ലാ ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇലയിൽ പായസവും ചന്ദനവും. പിന്നെ മോക്ക് ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ട്, ഒരു സങ്കടം വന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം മാറി മുണ്ടെല്ലാം എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു ആള്. തബു ബേബി അവിടെ ഓടിക്കളിക്കലും ചാടിക്കളിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മേൻ്റെ മടിയിലിരുത്തിയിട്ടാട്ടോ മോക്ക് ചോറ് കൊടുക്കുന്നത്. അങ്ങനെ കിണ്ടിന്ന് കയ്യെല്ലാം കഴുകി മോക്ക് ചോറ് കൊടുക്കുകയെന്ന്. ചോറ് വെച്ചാൽ പായസം കൊടുക്കുകയെന്ന്. ആദ്യം ചന്ദനം തൊട്ട് കൊടുത്തു. ഇനി മുതലാട്ടോ നെറ്റിക്ക് ചന്ദനം കറക്റ്റായിട്ട് വെക്കുക. നമുക്ക് പൊട്ടലിന് കറക്റ്റ് നെറ്റീൻ്റെ സെൻറ്ററിൽ വെക്കുന്നത് ഈ ചോറ് കൊടുത്തതിന് ശേഷം. അത്ര വരെ നെറ്റിൻ്റെ ഒരു സൈഡായിട്ട് തെറ്റിച്ചിട്ടാണ് നമ്മൾ പൊട്ട് വെച്ച് കൊടുക്കുക കൺമഷീനെ കൊണ്ട്. ഇനി നാളെ മുതൽ നമുക്ക് കറക്റ്റ് നേരെയായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ 2 പിരികത്തിൻ്റെ സെൻറ്ററിലായിട്ട് പൊട്ട് വെച്ച് കൊടുക്കാം. ഭർത്താക്കന്മാർ പുറം നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ നല്ല ആഘോഷ പരിപാടികളും എല്ലാ നല്ല ചടങ്ങുകളുടെ സമയത്തും ഭർത്താവ് ഒരുമിച്ചുണ്ടാവില്ല. ബാക്കി എല്ലാവരും ഭർത്താക്കന്മാർ ഒരുമിച്ച് എല്ലാ ചടങ്ങിലും പങ്കെടുക്കും, ഫോട്ടോസ് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒറ്റക്കായിരിക്കും ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ചോറ് കൊടുക്കൽ ചടങ്ങിന് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്നാലും നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചു. ഭർത്താവിന് വീഡിയോ കോൾ ചെയ്യുക ചെയ്തത്. ആദ്യം കാര്യമായിട്ട് എല്ലാം ടേസ്റ്റ് നോക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ആള്. പിന്നെ പായസം കുടിക്കാൻ ആൾക്ക് ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു ലാസ്റ്റ്. അന്നപ്രാശനം എന്നറിയപ്പെടുന്ന ചോറൂണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ ആചാരാട്ടോ. ഇതിൽ ഒരു കുഞ്ഞു വാവയ്ക്ക് ആദ്യമായിട്ട് ചോറ് നൽകുകയാണ് ചെയ്യുന്നത്. സാധാരണ 6 മാസത്തിലാണ് ഇത് നൽകി വരുന്നത്. ടിയമോക്ക് 6 മാസത്തിലാണ് ചോറ് കൊടുത്തത്. അമ്പലത്തിൽ വെച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ സമയം നോക്കാറില്ല, നല്ല ശുഭമുഹൂർത്തം നോക്കാറില്ല. അമ്പലത്തിലെ എല്ലാ സമയവും നല്ല സമയമാണല്ലോ എന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കാറ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് 149-ാം ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 32 ദിവസത്തിനിടയിലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഏത് നല്ല മുഹൂർത്തത്തിലോ നമുക്കിത് നടത്താം.